everyone, welcome back to my YouTube channel. So, ഇന്ന് ഞാൻ എൻ്റെ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. സോ എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ട് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ കുറേ പേർക്കെങ്കിലും അറിയാൻ പറ്റും, ടോക്ക് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു ഓൺലൈൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് യൂട്യൂബ് ഷോർട്സ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ട് കുറച്ച് പേരെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേര് കുറേ ഡൗട്ട്സും എന്ത് ക്ലാസ്സാണ് എടുക്കുന്നത്, ഞാൻ ആ ഒരു മെസ്സേജ് അയച്ചാലും ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. സോ എന്താണ് കോഴ്സ് എന്നും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ക്യാബിൻ ക്രൂ ആവാനായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചു തരുന്നവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെയായിട്ട് ക്യാബിൻ ക്രൂ ആവാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സോ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു പാസഞ്ചറുടെ അടുത്തും, അതുപോലെ ഇൻ്റർവ്യൂ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാംഗ്വേജ് സ്കില്ല് ഉണ്ടായിരിക്കണം. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഹിന്ദി വേണമെന്നോ അല്ലെങ്കിൽ വേറെ അറബി അറിയണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷ് കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്യാവശ്യം സംസാരിക്കാൻ പറ്റണം. സോ അതുകൊണ്ട് ഇനി ഇംഗ്ലീഷ് എനിക്കറിയില്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, ഇനി എനിക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ കോഴ്സ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനായിട്ടുള്ളതല്ല, കരിയർ ഗൈഡൻസ് ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഇംഗ്ലീഷ് മൂവീസ് കാണാം വിത്ത് സബ് ടൈറ്റിൽസ്, അതുപോലെ തന്നെ നോവൽസ് വായിക്കുക, ബുക്സൊക്കെ കുറച്ച് ഇംഗ്ലീഷ് വായിക്കുക. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഏജ് ക്രൈറ്റീരിയ ആണ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക്, പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നത്, ഇപ്പോഴും എൻ്റെ അടുത്ത് അപ് ടു 30 ഞാൻ പറയുമ്പോഴും ഇപ്പോഴും കുറേ പേര് ചോദിക്കും, അപ്പോൾ 29 ആയ പ്രശ്നമുണ്ടോ, 27 ആയ പ്രശ്നമുണ്ടോ? 30 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27, 28, 29 30 വയസ്സിന് താഴെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാം. സോ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്ന, അതുപോലെ ഈ ക്രൈറ്റീരിയാസ് എല്ലാം ഓക്കെ ആയിട്ട് വരുന്ന ഈ ഏജിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മാരീഡ് ആണെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമില്ല. +2 സർട്ടിഫിക്കറ്റ് മാത്രം മതി. +2 കംപ്ലീറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് എടുത്തിട്ടുണ്ട്, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, എന്തെടുത്താലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് കോഴ്സാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് വെക്കാം. +2 എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ വെക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. സോ +2 ഡിഗ്രി കോഴ്സ് ചെയ്തവർക്ക് അതും ഇഷ്ടമുള്ളത് വെക്കാം. ഇനി ഡിഗ്രി വേറെ ഒന്നും ഇല്ലാത്തവർക്ക് +2ൻ്റെ മാത്രം വെക്കാം, കുഴപ്പമില്ല. ഇനി നാലാമത്തെ കാര്യം, എന്നോട് ചോദിച്ചിട്ടുള്ളത് +2 ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തവരുണ്ട്. ഇപ്പോൾ ഫെയിൽ ആയിട്ടുള്ളവർ NIOS അതുപോലെയുള്ള കോഴ്സുകൾ എടുത്ത് ചെയ്തവരുണ്ട്. സോ അവരുടെ കാര്യം എനിക്കറിയത്തില്ല, കാരണം എന്തായാലും അവർ ബോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ +2 സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് വിസിബിൾ മാർക്സ്, ടാറ്റൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കളർ, ഇപ്പോൾ എന്ത് കളറായിക്കോട്ടെ, ഞാൻ വളരെ ഡാർക്ക് സ്കിന്നാണ്, എനിക്ക് ഭയങ്കര എന്താ പറയുക കറുത്തിട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കളറൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ കളർ എന്ത് തന്നെയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. സോ കളർ എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കോൺഷ്യസ് ആവണ്ട. സോ കളറ് എന്ത് തന്നെയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ മുഖത്തൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് മാർക്സ്, അതുപോലെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പൊള്ളിയ പാടുകൾ, മറക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിസിബിളായിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ ബ്ലാക്ക് മോൾസും കുഞ്ഞ് സ്റ്റിച്ച് മാർക്കും അങ്ങനെയുള്ളതൊന്നുമല്ല, ഭയങ്കര വിസിബിളായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ സിമ്പിളായിട്ട് ചെറിയ കുരുക്കളുണ്ടെന്ന് എഴുതിയിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ എനിക്കൊക്കെ സ്റ്റിച്ച് മാർക്ക് ഉണ്ട്, കുഞ്ഞ് പാടുണ്ടെന്ന് എഴുതിയിട്ടോ, ബ്ലാക്ക് മോൾസ് ഉണ്ടെന്ന് എഴുതിയിട്ടോ, അതൊന്നും ഒരു പ്രശ്നമില്ല. കയ്യിലൊക്കെ ആണെങ്കിലും ചെറിയ പാടുകൾ ഉണ്ടെങ്കിലോ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ.
അതുകൊണ്ട് ഇനി കളറിന്റെ കാര്യത്തിലും ഇങ്ങനത്തെ കാര്യത്തിലും ഇനി ആരും ഡൗട്ട് വെക്കേണ്ട. പിന്നെ വിസിബിൾ ടാറ്റൂസ് അലൗഡ് അല്ല. വിസിബിൾ ടാറ്റൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഏരിയ, അതായത് കഴുത്തിന് മുകളിലേക്കും സ്ലീവ് ഹാഫ് സ്ലീവിന് അവിടെ നിന്ന് മുതൽ കൈയും കാലില് നമ്മൾ നീ ലെങ്ത് മുതലാണ് മുട്ടിന്റെ അവിടെ മുതൽ കാല് ഫുള്ള് ടാറ്റു പാടില്ല. സോ ഇത്രയും വിസിബിൾ ഏരിയാസിൽ നിങ്ങൾക്ക് ടാറ്റു, ഇനി കാണാൻ പാടില്ലാത്തടത്തൊക്കെ നിങ്ങൾക്ക് ടാറ്റൂസ് ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. യൂണിഫോം ഇടുമ്പോൾ കാണാൻ പറ്റരുത്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഹൈറ്റും വെയിറ്റും ആണ്. ഹൈറ്റും വെയിറ്റിലേക്ക് വരുമ്പോൾ 155 സെന്റിമീറ്റർ അബോവ്. 155 ചിലപ്പോൾ 153 ഉള്ളവരുണ്ടാവും, 154 ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അത്രയും ഹൈറ്റ് കുറഞ്ഞവരൊക്കെ എയർലൈൻസിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി ആ ഒരു ഡൗട്ടും ആരും ചോദിക്കരുത്. 153 154 മുതലുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എയർലൈൻസ് ക്രൈറ്റീരിയയിൽ അവർ പറയുന്നത് 155 സെന്റിമീറ്റർ മുതലാണ്. അപ്പൊ ഇനി ഗൂഗിളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് അടിച്ചു കൊടുത്തിട്ട് BMI കാൽക്കുലേറ്ററിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് ആണോ നമുക്കെന്നുള്ളത്. സോ അത് നോർമൽ വെയിറ്റ് ആണെങ്കിൽ നോർമൽ വെയിറ്റ് എന്ന് കാണിക്കും, അണ്ടർ വെയിറ്റ് ആണെങ്കിൽ അണ്ടർ വെയിറ്റ് എന്ന് കാണിക്കും. സോ BMI കാൽക്കുലേറ്ററിൽ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഇട്ട് നോക്കുക. അത് നോർമൽ അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ കരിയർ ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ. +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 6ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇൻബോക്സ് ചെയ്യുന്നുണ്ട്. ഞാനപ്പം ആലോചിക്കും, എൻ്റെ ദൈവമേ, ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, നിങ്ങൾ +2 ഒന്ന് ഫിനിഷ് ചെയ്യും. അല്ലെങ്കിൽ +2 ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ എൻക്വയറീസ് ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. സോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ടെക്സ്റ്റിംഗ് മീ. +2 മുതലുള്ളവർ എന്നെ ടെക്സ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ ക്യാബിൻ ക്രൂ ആവണം. പിന്നെ ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഓക്കെ ആയിട്ടുള്ളവർക്കാണ് ഞാൻ കോഴ്സ് എടുത്ത് കൊടുക്കുന്നത്. സോ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൽ എത്താതെ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് ക്രൂ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർവ്യൂവിനുള്ള ടിപ്സ് ആണ്. ഞാൻ പേഴ്സണലായിട്ട് ഇത്രയും വർഷങ്ങൾ ഞാൻ പോയിട്ടുള്ള ഇന്റർനാഷണൽ എയർലൈൻസിന്റെയും ഇത്രയും എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ ടിപ്സും ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴ്സിൽ ഞാൻ ഗ്രൂമിങ് ഗൈഡ് ലൈൻസ് കൊടുക്കും. ഗ്രൂമിങ് ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ ഇപ്പം ഒന്നും അറിയാത്ത കുട്ടികളുണ്ടല്ലോ, ഇപ്പം +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ പഠിക്കാത്ത കുറച്ച് കുട്ടികളുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഏവിയേഷൻ പഠിക്കേണ്ട, വേറെ ഡിഗ്രി കോഴ്സ് ഒന്നും വേണ്ട. സോ ഇവർക്ക് ഏകദേശം ഒരു ഐഡിയ വേണം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഇതില്ല. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം അത്രയൊക്കെ പൈസ കൊടുത്ത് ഈ ഏവിയേഷന് ജോയിൻ ചെയ്തിട്ട് ക്രൂ ആവാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പിന്നെ അതല്ല തന്നെയല്ല, ഇത്രയും പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് 500 റുപ്പീസാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് പെർ അവറിന്. പെർ അവർ എന്ന് വെച്ചാൽ ഞാൻ ആകെ ഒരു വീഡിയോ കോളാണ് ചെയ്യുന്നത്. അത് എൻ്റെ ഡേറ്റും എൻ്റെ ടൈമിങ്ങും ഞാൻ ഫ്രീ ആവുന്ന ടൈം നോക്കിയിട്ടാണ്. അത് മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യും. അതും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. വേറെ ആരും നമ്മളുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഞാൻ പേഴ്സണലായിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ സംസാരിക്കും. അത് ആ 1 മണിക്കൂറിൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും ആദ്യം തന്നെ. അതിനുശേഷം ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഇനി ഗ്രൂമിങ്ങിനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ട് ഇപ്പം എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഒരു ആൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും എന്നെ കൊണ്ട് ആ ഒരു 1 അവറിൽ എന്നെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ കാണുമ്പോൾ തന്നെ റിവേർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി കുറച്ച് ഡിലേ വന്നാലും ചിലപ്പോൾ ഞാൻ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ശേഷമൊക്കെ ആയിരിക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുക. അപ്പോൾ ഡിലേ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്താണെങ്കിലും ഒരു 3 മാക്സിമം 2-3 ഡേയ്സിനുള്ളിൽ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കും. ഇതുപോലെ തന്നെ കുറേ ഹൗസ് വൈഫ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ സംസാരിച്ച ഒരു കുട്ടിയുണ്ട്, ആൾക്ക് 1.5 വയസ്സുള്ള കുട്ടി. ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആള് കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ വന്ന ആളല്ല, ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ആളല്ല. സോ ആൾക്കിപ്പം ജോബ് കിട്ടി, ക്രൂ ആയിട്ട് തന്നെ കയറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കുള്ള എല്ലാ ക്വയറീസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ക്ലാസ് കഴിഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുത്തു കൊടുത്തവർക്കുണ്ടല്ലോ, അവർക്ക് ഇതിന് ശേഷം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻബോക്സ് ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
ചിലപ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 100 മെസ്സേജ് വരുന്നുണ്ട് ഇപ്പം ഇത്രയും ദിവസങ്ങളായിട്ട്. സോ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്ന ടൈമിൽ ചിലപ്പോൾ ചിലത് ഇങ്ങനെ സ്കിപ്പായി പോകും. സോ അങ്ങനെ പോകുന്ന ടൈമിൽ കണ്ടില്ല എന്ന് വരും. സോ ആരും മനഃപൂർവ്വം ഞാൻ റിപ്ലൈ തരാത്തതല്ല. സോ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് മൂന്നാമത് എനിക്ക് ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ് എടുത്ത് കഴിഞ്ഞവർക്കാണെങ്കിലും എന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആദ്യം ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും, പക്ഷെ ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ അത് ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ടോക്ക് വിത്ത് ആഷിൽ നമുക്ക് മീറ്റ് ചെയ്യാം. Bye bye.